നമസ്കാരം, ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. 2025 മീനമാസത്തിൽ കർക്കിടകൻ രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി ഗ്രഹനിലയിലേക്ക് കടക്കാം. ഇടവത്തിൽ ഗുരു, മിഥുനത്തിൽ ചൊവ്വ. ഏപ്രിൽ 3 ചൊവ്വ കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറും. കന്നിയിൽ സിഹി. കുംഭത്തിൽ ശനി. മാർച്ച് 29 ശനി മീനൻ രാശിയിലേക്ക് സംക്രമിക്കും. മീനത്തിൽ രവി, ബുധൻ, സർപ്പൻ എന്നീ ഗ്രഹങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്നത്. മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാനിവിടെ ഫലം പറയാൻ പോകുന്നത്. കർക്കിടകൻ രാശി. പുണർതങ്കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകൻ രാശി. രണ്ടാം ഭാവാധിപനായ സൂര്യൻ മീനമാസത്തിൽ കർക്കിടകൻ രാശിയുടെ 9ാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ പ്രതികൂല ഫലങ്ങളാണ് നൽകുന്നത്. ധനഹാനിയും മനസ്സമാധാനമില്ലായ്മയും രോഗഭയവും ചിലവുകളും അപമാനങ്ങളുമായിരിക്കും നൽകുന്നത്. എന്നാൽ പിതാവിൻ്റെ സ്നേഹവാത്സല്യങ്ങളും ഗുരുപ്രീതിയും ലഭിക്കുകയും ചെയ്യും. 10ാം ഭാവാധിപനായ ചൊവ്വ കർക്കിടകത്തിൻ്റെ 12ലും ജന്മത്തിലുമായിട്ടാണ് മീനമാസത്തിൽ സഞ്ചരിക്കുന്നത്. ഏപ്രിൽ 3 ചൊവ്വ കർക്കിടകത്തിലേക്ക് രാശി മാറും. 12ൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയം കർമ്മരംഗത്ത് അലച്ചിലും സഹപ്രവർത്തകരുടെ വിരോധവും സൃഷ്ടിക്കും. അധികാരികളിൽ നിന്നും അതൃപ്തി ഉണ്ടാകാം. വിദേശ ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് അവസരം ലഭിക്കും. പക്ഷേ ജോലി അത്ര സുഖകരമായിരിക്കില്ല, അലച്ചിലുണ്ടാകും. ഏപ്രിൽ 3 ശേഷം ജന്മത്തിലേക്ക് രാശി മാറുന്ന ചൊവ്വ ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാക്കും. ബന്ധുവിരഹവും കുടുംബത്തിൽ കലഹവും ഉണ്ടാകാം. ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം. 7ാം ഭാവാധിപനായി ശനി മാർച്ച് 29 ശേഷം 9ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ബിസിനസ്സുകാർക്ക് നേട്ടങ്ങൾ നൽകും. വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും. ദമ്പതികൾക്ക് സമയം മെച്ചമാണ്. 5ാം ഭാവാധിപനായി ചൊവ്വ 12ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ മാത്രമേ വിജയം ലഭിക്കുകയുള്ളൂ. പക്ഷേ ബുധ-ശുക്രന്മാരുടെ സ്ഥിതി പഠനത്തിന് ഉപകരിക്കും. ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കണം. പ്രണയിക്കുന്നവർക്ക് സമയം അത്ര മെച്ചമല്ല. 3 കേതു സുഖവും ധനലാഭവും നൽകുന്നു. ശനി അഷ്ടമത്തിൽ 2.5 വർഷമായി സഞ്ചരിക്കുകയാണ്. അഷ്ടമശനിയുടെ സമയമാണ്. 2025 മാർച്ച് 29 ശനി ഭാഗ്യഭാവത്തിലേക്ക് സഞ്ചരിക്കും. ദ്രവ്യാദികൾക്ക് നാശവും സന്താന ദുഃഖവും മൃഗങ്ങൾക്കും മിത്രങ്ങൾക്കും ദോഷവും എല്ലാ കാര്യങ്ങളിലും പരാജയവും അടുക്കും ചിട്ടയുമില്ലാത്ത ജീവിതവുമാണ് 8ലെ ശനി 2.5 വർഷമായി നൽകിക്കൊണ്ടിരുന്നത്. മാർച്ച് 29 9ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ശനി അത്ര നല്ല ഫലങ്ങളല്ല നൽകുന്നത്. നല്ല കാര്യങ്ങൾക്ക് തടസ്സവും രോഗവും ശത്രുവൃദ്ധിയും ആണ് നൽകുന്നത്. ഇവയെല്ലാം നൽകുമെങ്കിലും ദൈവാധീനവും ഗുരുപ്രീതിയും ലഭിക്കുന്നു. പക്ഷേ അഷ്ടമശനിയേക്കാൾ ഭേദമായിരിക്കും 9ലെ ശനി. ഇപ്പോൾ 9ാം ഭാവത്തിൽ ശുക്രൻ, ബുധൻ, സർപ്പൻ എന്നിവർ സ്ഥിതി ചെയ്യുന്നു. 9ൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ ആരോഗ്യപ്രാപ്തിയും അഭീഷ്ട ലാഭവും വസ്ത്രാഭരണാദി ലാഭവുമാണ് നൽകുന്നത്. ഈ സമയത്ത് വീട്, വാഹനം എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. 9ാം ഭാവം ബുധന് പ്രതികൂല ഭാവമാണെങ്കിലും ബുധൻ്റെ യോഗപ്രദമായ സ്ഥിതി വിപരീത ഫലമാണ് നൽകുന്നത്. കർമ്മരംഗത്ത് ഉയർച്ചയും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത വിജയവും ബന്ധുസമാഗമവും നൽകുന്നു. 9ലെ സർപ്പൻ പ്രതികൂലനാണ്. പാപവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കും. ശ്രദ്ധിക്കണം. സർവാഭീഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന ഗുരു കർക്കിടകൻ രാശിക്കാർക്ക് 1 വർഷമായി സ്ഥാനലാഭവും ആനന്ദപ്രാപ്തിയും ശത്രുഹാനിയും കാര്യവിജയവും സന്താനപ്രാപ്തിയും ധനവൃദ്ധിയുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗുരുവിൻ്റെ ഈ സ്ഥിതി അഷ്ടമശനിയുടെ ദോഷഫലങ്ങൾക്ക് 1 വർഷമായി നല്ല പരിഹാരമായിരുന്നു. പൊതുവെ ചൊവ്വയും സൂര്യനും സർപ്പനുമാണ് പ്രതികൂല ഫലങ്ങൾ നൽകുന്നത്. ശനി മാർച്ച് 29 വരെ ദോഷകാരിയാണ്. പരിഹാരങ്ങൾക്കായി നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുക. ദോഷങ്ങൾ മാറി കിട്ടും. വീണ്ടും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.